Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. HRM ആണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഇനി എടുക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ആണോ? ഡെഫിനിഷൻ പറഞ്ഞല്ലേ? ഓക്കെ, ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് ഓഫ് ചെയ്തേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളെ അട്രാക്ട് ചെയ്യുന്നു അല്ലേ? എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്? ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. അതായത് ഒന്നില്ലെങ്കിൽ പണം കൊടുത്തുകൊണ്ടാകാം അല്ലെ അട്രാക്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ നല്ലൊരു ശമ്പളം ഉണ്ടെങ്കിൽ, സാലറി നോക്കിയല്ലേ, 19,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ 2,00,000 രൂപ ആ ഒരു രീതിയിൽ സാലറി ഉണ്ടെങ്കിൽ ആ സാലറി കണ്ടിട്ട് എന്ത് ചെയ്യാം? ആളുകൾ അട്രാക്ട് ആവാം അല്ലെ? അപ്പോ അത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ മെത്തേഡാണ്. അതുപോലെ തന്നെ നോൺ മോണിറ്ററി റിവാർഡ്സ് ഉണ്ട് അല്ലെ? അതായത് ഇപ്പോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അനേകം സ്റ്റാഫുകളുണ്ട്. അവരൊരു ഫംഗ്ഷൻ നടത്തുവാണ്. ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് അവിടെയുള്ള സ്റ്റാഫുകളെ എന്താ പറയാ ആദരിക്കുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻ കൊടുക്കുന്നു. മൈക്കിൽ വിളിച്ചിട്ട് അവരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു, പേരെടുത്ത് പറയുന്നു, അവരാണ് ഞങ്ങളുടെ എന്താണ് ഈ സ്ഥാപനത്തിന്റെ നട്ടെല്ല് അവരാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുവാണ്? ആ സ്ഥാപനത്തിനോടും അതുപോലെ തന്നെ ആ ജോലിയോടും ആ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ ഒന്നില്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി, അതായത് പണമല്ലാത്ത മറ്റുള്ള അംഗീകാരങ്ങളായിട്ടോ എന്ത് ചെയ്യാം? ആളുകളെ അട്രാക്ട് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഇതൊക്കെ പെടുട്ടോ. അവാർഡുകൾ വിടാം, അതുപോലെ സർട്ടിഫിക്കറ്റുകൾ വിടാം. ഇതൊക്കെ നോൺ മോണിറ്ററി റിവാർഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്. അതായത് ഹോൾഡ് ചെയ്യുക. ഒരു സ്ഥാപനത്തിൽ നമ്മൾ നല്ല സാലറി നോക്കി വന്നു, ഒരു 1,00,000 രൂപ സാലറി ഉണ്ട് നമുക്ക്, അത് നോക്കി വന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അവിടുത്തെ വർക്കിംഗ് എൻവയൺമെന്റ് അത്ര ശരിയല്ല. അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു സാഹചര്യം ആ കമ്പനിയിൽ ഇല്ല. 1,00,000 രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജോലി ചെയ്യുമോ? നമ്മുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നമ്മളത് ഇട്ടിട്ട് പോകും അല്ലെ? ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ പണം മാത്രമല്ല നോക്കുന്നത്, മറിച്ച് ആ ജോലിയുടെ അന്തരീക്ഷം, അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ആളുകള്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയാലാണ് ഒരാള് വർഷങ്ങളോളം ആ ഒരു കമ്പനിയുടെ ഭാഗമാകുക. അല്ലാതെ ഒരിക്കലും മനസ്സിന് ഇഷ്ടപ്പെടാത്ത ജോലി ഒരു മനുഷ്യരും ചെയ്യില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ എന്തില്ല, ആ ഒരു ജോലിയും എത്ര ശമ്പളം നമുക്ക് തരാന്ന് പറഞ്ഞാലും നമ്മൾ ആ ജോലി ചെയ്യില്ല, നമ്മൾ എത്ര ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് നമ്മൾക്ക് ചുറ്റുവട്ടം, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടില് നല്ലൊരു എന്താ പറയാ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ളൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അത് കൊളീഗ്സ് ഉൾപ്പെടെ, അതായത് നമ്മളുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടാണ് ആളുകളെ കമ്പനികൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മോട്ടിവേറ്റിംഗ് ആണ്. മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത് the following progressive practices and human policies to create
പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. അതെന്താണ്? അതായത് മനുഷ്യന്റെ, അതായത് ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങളും മറ്റൊക്കെ രൂപീകരിച്ച് അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക, ആ സ്ഥാപനത്തോട് കൂടുതൽ കൂറുള്ളവരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ആദ്യം തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. ഞാനൊരു 3 മിനിറ്റ് സമയം തരാം, അതിനുള്ളില് പേഴ്സണൽ മാനേജറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. പേഴ്സണൽ മാനേജർ ഫസ്റ്റ് പോയിന്റ് ആണ് വായിക്കുന്നത്. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ലൈക്ലി ബി ആൻ എഫക്റ്റീവ് അഡ്വൈസർ ടു ടോപ്പ് മാനേജ്മെന്റ് in organizational matters as well as being able to organize his own department. Okay, അതായത് ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംഘടനാ സിദ്ധാന്തം, അതായത് ഓർഗനൈസേഷണൽ തിയറിയിൽ അധിഷ്ഠിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓരോ സ്ഥാപനത്തിനും ഓരോരോ മാനേജർമാരുണ്ടാവും അല്ലെ. അപ്പൊ ആ മാനേജർമാർ എന്താ ചെയ്യുന്നത്? ആ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണോ, അവര് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ, അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനെയാണ് ഓർഗനൈസേഷണൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മാനേജർമാർക്കും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ തിയറി അനുസരിച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തെ എഫക്റ്റീവായി നയിക്കാൻ ആവശ്യമായ അറിവുണ്ടായിരിക്കണം. ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയണമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും അതിന് അറിവുണ്ടായിരിക്കേണ്ടതും ആർക്കാണ്? പേഴ്സണൽ മാനേജർക്കാണ്. രണ്ടാമത്തെ പോയിന്റ്, he should be real expertise in personal administration, knowledge of relevant laws, procedures and techniques. Okay, അതായത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിലും സംവിധാന രീതികളിലും കഴിവ് ഉള്ള ആളായിരിക്കണം പേഴ്സണൽ മാനേജർ.
പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രവർത്തന രീതികളിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. പിന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നിർവഹിക്കാൻ തയ്യാറാകണം. അപ്പൊ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, തൊഴിലാളികളുടെ നിയമങ്ങൾ എന്താണ്, അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഈ പേഴ്സണൽ മാനേജർ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഹി ഷുഡ് ഹാവ് ആൻ ആമ്പിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസ്. എന്താണ് ബിഹേവിയറൽ സയൻസ്? ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റ ശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയാം കേട്ടോ. അപ്പോ സഹപ്രവർത്തകരെ മനസ്സിലാക്കാൻ ബിഹേവിയറൽ സയൻസ് ഉപയോഗിക്കാൻ അറിവുള്ള ആളായിരിക്കണം. അതായത് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും, അത് ചിലപ്പോ ഇദ്ദേഹത്തിന് മുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം, ഇദ്ദേഹത്തിന് താഴെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഈ രണ്ടു കൂട്ടരുമായിട്ടുള്ള, അതായത് സഹപ്രവർത്തകർ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മനസ്സറിയാനും അവരുടെ പെരുമാറ്റം മനസ്സിലാക്കാനും ഇദ്ദേഹത്തിന് കഴിയണം. ഓരോ വ്യക്തികളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ബിഹേവിയർ ആയിരിക്കില്ല ഉണ്ടായിരിക്കേണ്ടത്, അല്ലെ? അപ്പൊ ഒരാളുടെ ബിഹേവിയർ അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പേഴ്സണൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റ ശാസ്ത്രത്തെ കുറിച്ച്, മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതിനനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യം ആർക്കറിഞ്ഞിരിക്കണം? പേഴ്സണൽ മാനേജർക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, he must have an acute sense of social justice and be fully appreciative of the rights and the interest of the men and women at work, as well as of the economic necessities of management. അതായത് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സാമൂഹ്യ നീതി ഉണ്ടായിരിക്കണം, അല്ലെ? എല്ലാവരോടും നീതി പുലർത്തുന്ന ഒരാളായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. എല്ലാവരോടും നീതിയോടെ പെരുമാറാൻ തയ്യാറായിരിക്കണം. തുല്യ നീതി ആയിരിക്കണം എല്ലാവർക്കും കൊടുക്കേണ്ടത്. ഇപ്പൊ പേഴ്സണൽ മാനേജർക്ക് ചിലപ്പോ തീരെ അടുപ്പുള്ള ആളുകൾ ചിലപ്പോ അവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ടാകാം. അപ്പൊ അവരോട് ഒരു രീതിയിൽ പെരുമാറി, വേറെ ആളുകളോട് ഒരു രീതിയിൽ പെരുമാറി, അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഈക്വൽ ജസ്റ്റിസ് ആണ് എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുല്യ നീതി ബോധത്തോടു കൂടി അല്ലെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് എല്ലാവരോടും കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്നവരെന്ന് പറയുന്നത് രണ്ട് കൂട്ടരുണ്ടാവുക, അല്ലെ? ആരൊക്കെയാണ് അവര്? രണ്ട് കൂട്ടർ ആരൊക്കെയാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന? രണ്ട് കാറ്റഗറി ആരൊക്കെയാണ് ഉണ്ടാവുക സ്ഥാപനത്തില്? വുമൺ ഓർ മെൻ, അല്ലെ? സ്ത്രീകളും ഉണ്ടാവാം, പുരുഷന്മാരും ഉണ്ടാകാം, അല്ലെ? അപ്പൊ പുരുഷന്മാര് അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ റൈറ്റ്സും അവരുടെ ഇൻട്രസ്റ്റും മനസ്സിലാക്കാൻ കഴിവുള്ളവർ ആയിരിക്കണം. അപ്പൊ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാണല്ലേ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേക തൊഴിലിടങ്ങളിൽ പ്രത്യേക റൈറ്റ്സ് ഉണ്ട്, അവർക്ക് പ്രത്യേക ഇൻട്രസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യം, സ്ത്രീകളുടേതാണെങ്കിലും പുരുഷന്മാരുടേതാണെങ്കിലും അവരുടെ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. പിന്നെ അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാതെ, സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും മാന്യമായ പെരുമാറ്റം ഉണ്ടായിരിക്കണം. ഇപ്പോ എന്താ പറയുക, കമ്പനിയില് ജോലി ചെയ്യുന്നത് കുറച്ച് പുരുഷന്മാരും കൂടുതൽ. ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞു വന്നത് ഇതാണ്, ഒരു കമ്പനിയിൽ ചിലപ്പോ കുറച്ച് പുരുഷന്മാരും കൂടുതൽ സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ കൂടുതൽ സ്ത്രീകളാണെന്ന് വിചാരിച്ച് അവരോട് വേറെ പെരുമാറ്റം അല്ലെങ്കിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വിവേചനമില്ലാതെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ മാന്യമായ സമീപനം രണ്ടു കൂട്ടരോടും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? The next point എന്ന് പറയുന്നത് he should be capable for creative thinking. ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആളായിരിക്കണം. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ആൾക്ക്, പേഴ്സണൽ മാനേജർക്ക്. The next one, he should have knowledge in problem solving techniques. എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരു കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, ജോലിക്കാർക്കിടയിൽ പെട്ടെന്ന് തന്നെ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം, ഈ ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. The next one, he should be capable of leadership. അതായത് നേതൃത്വ ഗുണം ഉണ്ടായിരിക്കേണ്ട ഒരാളായിരിക്കണം. അതായത് ഒരു കൂട്ടത്തിലെ നേതാവായിട്ട് നിന്ന് എല്ലാവരും ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കേണ്ട വ്യക്തിയായിരിക്കണം. The next, he should be of friendly, tactful and approachable nature. അതായത് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കണം. ഓക്കെ, then tactful എന്ന് പറഞ്ഞാൽ തന്ത്രശാലി, കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കണം. ഓക്കെ, തന്ത്രശാലി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ലഭിക്കേണ്ടത്. Then next, he should have initiative and decision making ability. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ, നല്ലൊരു രീതിയിൽ അതായത് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഓക്കെ, then he should be able to generate trust among his colleagues. അതായത് കൊളീഗ്സിനിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. സഹപ്രവർത്തകർക്കിടയിൽ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസം നേടിയെടുത്ത ഒരാളായിരിക്കണം ആര്, പേഴ്സണൽ മാനേജർ. Then he should be ready to cooperate with the subordinates in times of difficulty. അതുപോലെ തന്നെ എന്താണ്, താഴ്ന്ന ജീവനക്കാരുമായി സഹകരിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ സഹായിക്കാനും പറ്റുന്ന ഒരാളായിരിക്കണം. അതായത് ഇയാൾക്ക് താഴെ ധാരാളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പോ താഴ്ന്ന ജീവനക്കാരാണെന്ന് വിചാരിച്ച് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുന്ന പലരും ഉണ്ട്. നമ്മൾ പല കമ്പനികളിലും കാണുന്നതാണ് അല്ലെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് താൻ സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ താൻ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണം, അടിമപ്പണി ചെയ്യിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മനോനില, ഒരു പണ്ട് അങ്ങനെയുള്ള ചിന്തകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് എല്ലാ ജോലിക്കാർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർക്കിടയിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാനും പേഴ്സണൽ മാനേജർ ശ്രമിക്കണം. Okay, then he should be ready to cooperate with the subordinates in times of difficulty. അതുപോലെ തന്നെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ഒരു കൊളീഗ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. Then last one, he should be prompt enough given the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and the established personal policies of the organization. അതായത് പ്രവർത്തകരെ സംബന്ധിച്ച കാര്യങ്ങളിൽ അത്യാവശ്യമെങ്കിൽ ഉടൻ ഇടപെടാനും അവർക്കുള്ള ഫീഡ്ബാക്ക് നൽകാനും തയ്യാറായിരിക്കണം. അപ്പോ എന്തെങ്കിലും, അതായത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളില് ഇടപെടണമെങ്കിൽ, അതായത് പെട്ടെന്ന് തന്നെ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അക്കാര്യം ചെയ്യാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യാനും അത് നടപ്പാക്കാനും തയ്യാറായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് എന്താ പറയാ അധികാരിയായിട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് അല്ലെ. അപ്പൊ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള പോളിസികൾ ഫോളോ ചെയ്യാനും
അതുപോലെ തന്നെ അത് നടപ്പിലാക്കാനും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ ഒക്കെയാണ്. The next one, role of a personal manager. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യട്ടോ. പേഴ്സണൽ മാനേജറുടെ റോൾ ആണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള റോളുകൾ ഉണ്ട്. പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. അതെന്താണെന്ന് റീഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം പേഴ്സണൽ റോൾ എന്താണെന്ന് കേട്ടോ. പേഴ്സണൽ റോൾ നോക്കിയ നിങ്ങള് അഡ്വൈസറി, അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അഡ്വൈസറി എന്ന് പറഞ്ഞത് ഉപദേശം അല്ലെ? ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക. എങ്ങനെയാണ് ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നത്? മാനേജ്മെന്റിന് വേണ്ട ഉപദേശം നൽകുന്നു. ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയെ കുറിച്ച്, ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫുകളെ കുറിച്ച്, അവർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത് ആരാണ്? അത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ, അപ്പൊ ഒരു അഡ്വൈസറി ആയിട്ട്, ഒരു ഉപദേശകനായിട്ട്, മാനേജ്മെന്റിന്റെ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബി എന്താണെന്ന് നോക്കാം നമുക്ക്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് മാൻ പവർ പ്ലാനിങ് എന്താണത്? അതായത് ആസൂത്രണം ചെയ്തു എങ്ങനെയാണ് മനുഷ്യ വിഭവശേഷിയെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റാഫുകളെ നിയമിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. റിക്രൂട്ട്മെന്റ് നടത്തുന്നു, ആളുകളെ തെരഞ്ഞെടുക്കുന്നു, സെലക്ഷൻ നടത്തുന്നു. ഓക്കെ, അതാണ് ബി പോയിന്റ് വരുന്നത് കേട്ടോ. ദെൻ സിയിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ലൈൻമെൻ. അതായത് ലൈൻമെൻ എന്ന് പറയുന്നത് താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. അതായത് തീർത്തും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഏറ്റവും ലോവർ ലെവൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയാണ് നമ്മൾ ലൈൻമെൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ട്രെയിനിങ്, അവരുടെ പരിശീലനം, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പേഴ്സണൽ മാനേജറുടെ ജോലിയാണ്. അപ്പോ താഴ്ന്ന അല്ലെങ്കിൽ ലൈൻമെന്റ്സിനൊക്കെ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളാണ്. ഡി എന്താണെന്ന് നോക്കാം നമുക്ക്. മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഓരോ വ്യക്തികളുടെയും എന്താ പറയാ ബിഹേവിയർ അസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അളക്കുന്നു. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അളക്കുകയും അവരെ ഒബ്സർവ് ചെയ്യുകയും, അത് ഇൻഡിവിജ്വൽ ആകാം, ഗ്രൂപ്പ് ബിഹേവിയർ ആകാം, കൂട്ടമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ടാകാം. ഈ രണ്ടു കൂട്ടരെയും അവരുടെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളാണ്. ക്ലിയർ ആയ 4 കാര്യങ്ങളും പേഴ്സണൽ റോളിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ അല്ലേ?
ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ വെൽഫെയർ റോൾ ആണ്. വെൽഫെയർ റോൾ എന്തൊക്കെയാണ്? റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിപ്പോ പേഴ്സണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുന്നു. ആ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ. Then next one, managing services, canteens, crutches, etc. അതായത് ചില സർവീസുകൾ ഇവിടെ മാനേജ് ചെയ്യുന്നു. എന്തൊക്കെ സർവീസുകളാണ് മാനേജ് ചെയ്യുന്നത്? ലൈക്ക് ക്യാൻറ്റീൻസ്. അതായത് നമുക്കറിയാം ക്യാൻറ്റീനുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്? എന്തിനാണ് ഒരു കമ്പനിയിൽ ക്യാൻറ്റീൻ? എന്തിനാ ഫുഡ് കഴിക്കാൻ, അല്ലെ? അവിടെയുള്ള ജോലിക്കാർക്ക് സമയത്ത് ഫുഡ് കഴിക്കാനാണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. അത് മാനേജ് ചെയ്യുന്നു. അപ്പൊ ഈ ക്രച്ചസ് എന്താ? ക്രച്ചസ് എന്താ? കേട്ടിട്ടുണ്ടോ? ക്രച്ചസ് ഡേ കെയർ പോലെയാണ് കേട്ടോ. ഡേ കെയർ അതായത് ജീവനക്കാരുടെ കുട്ടികളെ നോക്കാനുള്ള സൗകര്യം. പല കമ്പനികളും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ഇപ്പൊ വീട്ടില് ജോലിക്കാര് വീട്ടിൽ വേറെ ആരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്കാരെ നിർത്താനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലെങ്കിൽ ചില കമ്പനികൾ എന്ത് ചെയ്യാം? നമുക്ക് കുട്ടികളെ കമ്പനിയിലോട്ട് കൊണ്ടുവരാം. അവിടെ കുട്ടികളെ നോക്കാനുള്ള സൗകര്യം, അതായത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്രച്ചസ് മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ മാനേജ് ചെയ്യുന്നത് ആരുടെ റോളാണ്? പേഴ്സണൽ മാനേജറുടെ വെൽഫെയർ റോളാണ് കേട്ടോ. Then group dynamics, group counseling, motivation, leadership, communication, etc. അതായത് സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, ലീഡർഷിപ്പ് കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഇതൊക്കെ വെൽഫെയർ റോളിലാണ് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് വെൽഫെയർ റോൾ. ദെൻ നെക്സ്റ്റ് വൺ ക്ലറിക്കൽ റോൾ ആണ് കേട്ടോ. ക്ലറിക്കൽ റോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ മീൻസ് ടൈം കീപ്പിംഗ് ആണ്. ഓക്കെ, സമയത്തെ കുറിച്ച് എന്താ പറയാ, ഒരു അറിവുണ്ടായിരിക്കുക. അതായത് അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തുക, വരുന്ന സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ഒക്കെ പരിശോധിക്കുക. ദാറ്റ് ഈസ് ടൈം കീപ്പിംഗ്. ആളുകളെ ഇപ്പോ ചില ആളുകൾ പഞ്ചായിരിക്കും ചെയ്യുന്നത്, ചില സ്ഥാപനങ്ങളിൽ സൈൻ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോ അതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നോക്കുക എന്നുള്ളതാണ് ടൈം കീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one, salary and wage, administration incentives. Okay, അതായത് എന്താണ്? സാലറി അല്ലെ, ശമ്പളത്തെ കുറിച്ച്, അല്ലെങ്കിൽ കൂലി അല്ലെ, അതിന്റെ ഇൻസെന്റീവുകൾ, ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ക്ലറിക്കൽ റോളിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഒരു കമ്പനിയിൽ ധാരാളം റെക്കോർഡുകൾ ഉണ്ടാവും. ആ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ ക്ലറിക്കൽ റോളാണ്. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. അതായത് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ആണ്. ഒരു കമ്പനി ആകുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാകാം, യന്ത്രങ്ങൾ ഉണ്ടാകാം, ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ. അതായത് യന്ത്രങ്ങൾ പ്രവർത്തിക്കാനായിട്ട് എന്ത് വേണം? മനുഷ്യന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? മാൻ മെഷീൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടുത്താം? പേഴ്സണൽ മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോ അദ്ദേഹമാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളാണ്. ഓക്കെ, ഒരു നിയമത്തിന്റെ ഒരു വശം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആണ്, പരാതി പരിഹാരം. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പരിഹരിക്കുക, ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ്. ബി എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതായത് തർക്കങ്ങള് പരിഹരിക്കുക. എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തൊഴിലാളികൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കുക. നെക്സ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് ശാസന നടപടികൾ സ്വീകരിക്കുക.
ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും പണിഷ്മെന്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ, കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് തൊഴിലാളികൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുക. ഇപ്പൊ എന്താ പറയുക, തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഇല്ല, അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റിനോട്, പേഴ്സണൽ മാനേജർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ചാപ്റ്റർ കഴിയുന്ന സമയത്ത് പറഞ്ഞുതരാം. The next one, major personal management process in organization. അതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വരെ ഒന്ന് റീഡ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, വായിച്ചല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിലെ മേജർ പേഴ്സണൽ മാനേജ്മെന്റ്? ഓക്കെ, leadership process involves in influencing the individual and group behavior towards achievement of organizational goals. Justice determination process, equal treatment to all and fair compensation for the work. Task specialization process consists in division of the total task into individual jobs. Okay. അതായത് ആദ്യത്തേത് ലീഡർഷിപ്പ് പ്രോസസ് എന്താണെന്ന് നോക്കാം. അതായത് ജീവനക്കാരെയും ഗ്രൂപ്പുകളെയും ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുക. ഒരു ഓർഗനൈസേഷന്റെ മേജർ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നതാണ് ഇത് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയുള്ള ജീവനക്കാരെ, അതായത് ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുള്ള ജീവനക്കാരെയും അതുപോലെ തന്നെ പലവിധ മേജർ എന്നാണോ? ഒന്ന് ഫുൾ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഫുൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ ആരെങ്കിലും. മേജർ പ്രോസസ് എന്നാണ് അല്ലേ?
ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങളോട് പറയാം. മാനേജർ, മേജർ പേഴ്സണൽ മാനേജ്മെന്റ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇത് ചെക്ക് ചെയ്തിട്ട് പറയാം എന്താണ് കറക്റ്റ് എന്ന് കേട്ടോ. ഓക്കെ, കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്താണ് കറക്റ്റ് എന്നുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, സമയം കളയാനില്ല. ലീഡർഷിപ്പ് പ്രോസസ് എന്താണെന്ന് നോക്കാം. ലീഡർഷിപ്പ് പ്രോസസ് എന്താണ്? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരായാലും അതുപോലെ തന്നെ അവിടെയുള്ള പല ഗ്രൂപ്പുകളായാലും ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലീഡർഷിപ്പ് പ്രോസസ്. ദ നെക്സ്റ്റ് വൺ, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് എ ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. എന്താണ്? എല്ലാവർക്കും സമമായി ജസ്റ്റിസ് നൽകുന്ന പ്രക്രിയ, അതായത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്ന പ്രോസസ് ആണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. എന്താണ്? അതായത് ജോലി, അതായത് അതിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ തന്നെ വരുന്ന ഒന്നാണ് ജോലി വിഭജിച്ച് ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയിട്ട് വിഭജിച്ച് ആർക്ക് കൊടുക്കുന്നു? സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. എന്താണ്? ജോലിക്ക് അർഹമായ പ്രതിഫലം നൽകുക. എന്താണ്? അതായത് ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ സാലറി നൽകലാണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പൊ ലീഡർഷിപ്പ് പ്രോസസ് പറഞ്ഞു, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് പറഞ്ഞു, ദെൻ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന് നോക്കാം. സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് manpower planning, developing source of recruitment, assessment of applicants, employment decisions, induction and orientation, transfers, promotion and demotions. Okay, staffing process എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മാൻ പവർ പ്ലാനിംഗ് ആണ് ഇതിനകത്ത് വരുന്നത് അല്ലെ. മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എത്ര പേരെയാണ് ജോലിക്ക് വേണ്ടത്, ദാറ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്. ഇനി ഏത് വിഭാഗത്തിലാണ് അവർക്ക് ജോലി കൊടുക്കേണ്ടത്? നമുക്ക് ഒരു സ്ഥാപനം പുതുതായിട്ട് തുടങ്ങുമ്പോൾ അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും അല്ലെ. എത്ര ആളുകളെ റിക്രൂട്ട് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഏതൊക്കെ കാറ്റഗറിയിൽ അവർക്ക് ജോലി കൊടുക്കണമെന്ന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവും. ദാറ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി എന്താണ് റിക്രൂട്ട്മെന്റിനുള്ള പ്രധാനപ്പെട്ട സോഴ്സുകൾ കണ്ടെത്തുക? എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിനുള്ള സോഴ്സുകൾ കണ്ടെത്തുന്നത്? അനുയോജ്യമായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുകൾ? എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്താ? റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആളുകളെ കണ്ടെത്തുന്നത്? ഏതൊക്കെ രീതിയില്? ഇന്റർവ്യൂ വഴി അല്ലെ, ഇന്റർവ്യൂ വഴി. ഓക്കെ, ഇന്റർവ്യൂ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലിക്ക് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടണം? അറിയിപ്പ് കിട്ടണ്ടേ? എന്തൊക്കെ വഴി കിട്ടാം? ന്യൂസ് പേപ്പർ വഴി കിട്ടിക്കൂടെ? ന്യൂസ് പേപ്പർ വഴി നമ്മൾ അറിയില്ലേ?
സ്ഥാപനത്തിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയോ ഇല്ലയോ? പിന്നെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അറിയാം അല്ലെ? ഇന്ന സ്ഥാപനത്തില് സോഷ്യൽ മീഡിയ വഴി അറിയാം അല്ലെ? അങ്ങനെ പല സോഴ്സ് മുഖേനയും റിക്രൂട്ട്മെന്റ് നടത്താം. അപ്പൊ ഇത്തരത്തില് അഡ്വർടൈസ്മെന്റ് വഴി. ഓക്കെ, അപ്പൊ അനുയോജ്യമായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പല സോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാം. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. ഇനി ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി, അതായത് നമ്മളിപ്പോ ന്യൂസ് പേപ്പറിൽ ഒരു കട്ടിങ് കൊടുത്തു, അതായത് ഇന്ന ആളെ ആവശ്യമുണ്ട് ഇന്ന കാറ്റഗറിയിൽ നമ്മളൊരു പത്രത്തിലൊരു വാർത്ത കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അത് കണ്ടിട്ട് ധാരാളം ആളുകൾ വരും അല്ലെ? അപ്പൊ അവർക്ക് എന്ത് നടത്തും? നമ്മള് എന്താ നടത്തുന്നേ? ആളുകൾ വരുമ്പോ എന്താ നടത്തുന്നേ? ഇന്റർവ്യൂ നടത്തും അല്ലെ? ഇന്റർവ്യൂവിൽ ഇപ്പൊ ഒരു 5 പേര്, നിങ്ങളിൽ ഇപ്പൊ ഒരു 5 പേര് ഇന്റർവ്യൂവിൽ പോയിന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും അവര്? അസസ് ചെയ്യും. നിങ്ങളെ അളക്കില്ലേ ഇന്റർവ്യൂ നടത്തുമ്പോ? അളക്കോ ഇല്ലയോ? വെറുതെ നോക്കിയിരിക്കോ? അളക്കോ അല്ലേ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. Then employment decisions. Employment decision എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോ ഈ ഒരു സ്ഥാപനം ആദ്യം തന്നെ ഒരു മാൻ പവർ പ്ലാനിങ് റെഡിയാക്കി. ഇത്ര പേരെ വേണം, ഒരു കമ്പനിക്ക് 100 പേരെ വേണമെങ്കിൽ ആ ഒരു പ്ലാനിങ് അവർ തയ്യാറാക്കി. ആ 100 പേരെ ഏതൊക്കെ പോസ്റ്റിലേക്ക് നിയമിക്കാം എന്നും അവർ തയ്യാറാക്കി. അതിനുശേഷം ആ ഒരു വാർത്ത എത്തിക്കാൻ വേണ്ടി അവർ പല സോഴ്സുകളും ഉപയോഗിച്ചു. ഓക്കെ, റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം അവര് ആ ഒരു കാര്യത്തിന് ശേഷം ഇന്റർവ്യൂ നടത്തി ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട്. ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ആ ഇന്റർവ്യൂവില് ഓരോരുത്തരെയും അവര് അസസ് ചെയ്തു. ദെൻ അസസ് ചെയ്തതിന് ശേഷം അവര് ഫൈനൽ ആയിട്ട് പറയും ഞങ്ങളുടെ ഡിസിഷൻസ് ഇങ്ങനെയാണ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി, ഇത്ര രൂപയാണ് നിങ്ങളുടെ പ്രതിഫലം, ഇത്ര അവേഴ്സ് ആണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ബോണ്ടിൽ സൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബോണ്ട് ഉണ്ട്, ഒരു കരാറുണ്ട്, ഇത്ര വർഷത്തേക്കാണ് കരാറ്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് എംപ്ലോയ്മെന്റ് ഡിസിഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കമ്പനിയുടെ തീരുമാനം, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് എന്ത്? എംപ്ലോയ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. എത്ര പേരിനകത്ത് ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ട്? എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്? ആരും പങ്കെടുത്തിട്ടില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഇന്റർവ്യൂവിന്? ഇതുപോലെ തന്നെയല്ലേ നടക്കുന്നേ? ഞാൻ ഈ പറയുന്ന പ്രോസസ്സിലൂടെയല്ലേ അവിടെ നടക്കുന്നത്? ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറഞ്ഞു. ദെൻ നമ്മൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസം നമ്മൾ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോ ഒന്നും അറിയില്ലായിരിക്കും അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം നടത്തും അല്ലെ? നമ്മൾക്ക് അവയർനെസ് പ്രോഗ്രാമുകൾ തരും അല്ലെ? അതായത് അവയർനെസ് കൂടുതൽ, അതായത് ഓറിയന്റേഷൻ തരും. എന്താണ് ജോലി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടത്, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും? പറഞ്ഞു തരും. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇനി നമ്മൾ കുറച്ച് നാള് നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ചിലപ്പോ ഒരു 6 മാസത്തിന് ശേഷം നമ്മൾക്ക് ട്രാൻസ്ഫർ തരാം. നമ്മളെ ഒന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ കമ്പനിയുടെ തന്നെ സെയിം ബ്രാഞ്ച് വേറൊരു ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ വേറെ ജില്ലയിലുള്ള ഒരു ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യാം? നമ്മളെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ സേവനം അവിടെ ആവശ്യമായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. അവിടെ വെച്ച് നമ്മൾ ഇതിൽ നല്ല പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ വെച്ച് തന്നെ പ്രമോഷൻ തരാം അല്ലെ? പ്രമോഷനും അവര് തരാം. നെക്സ്റ്റ് വൺ ഡിമോഷൻ. നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അഹങ്കരിച്ചു. അപ്പൊ എന്തെങ്കിലും കൃത്രിമങ്ങളോ എന്തെങ്കിലും ഒരു തെറ്റുകളോ കാര്യങ്ങളോ നമ്മൾ വരുത്തിയതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ പോസ്റ്റിലേക്ക് ഇടും. ഡിമോഷൻ. വീണ്ടും താഴ്ന്ന ലെവലിലുള്ള പോസ്റ്റിലേക്ക് ഇടുന്നു. ദാറ്റ് ഈസ് ഡിമോഷൻ. ക്ലിയർ ആണോ? ഒരു പിക്ചർ പോലെ നിങ്ങൾക്ക് തെളിഞ്ഞോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള്?
ഓക്കെയാണ് അല്ലേ? അപ്പൊ ഇതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം ജോലിക്ക് രൂപരേഖ തയ്യാറാക്കുന്നത് മുതൽ സ്റ്റാഫിന്റെ ഡിമോഷൻ വരെയാണ് ഇതിലെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Related with the constant evaluation of the employee's work so that when necessary, promotion, pay raises, transfers, training, etc. will be given. അതായത് ഓരോ ജീവനക്കാരെയും അവരുടെ പ്രകടനം സ്ഥിരമായി വിലയിരുത്തുന്ന ഒരു പ്രക്രിയയാണിത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജീവനക്കാരെയും ഓരോ സ്റ്റാഫിനെയും എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യും? നിരന്തരമായിട്ട് എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോരുത്തരെയും അവർ ഇവാലുവേറ്റ് ചെയ്യും. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ബേസിൽ ചിലപ്പോ എന്ത് കൊടുക്കാം? എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കാം. നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ പേ റേസസ്, അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ഫറുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും കൊടുക്കാം. അദ്ദേഹത്തിന്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ് വിച്ച് ഇന്റൻഡ് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. എന്താണ് ഇവിടെ പറയുന്നത്? ഓക്കെ, അതായത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, അതായത് പല രീതിയിൽ, അതായത് ഒരു സ്റ്റാഫിന്റെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ട്രെയിനിങ്ങുകൾ കൊടുക്കാം അല്ലെ? നല്ല രീതിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അദ്ദേഹത്തെ കണ്ടക്ട് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് വൺ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. Determine the mechanism and form for giving financial and non-financial rewards. Compensation and reward process എന്ന് പറഞ്ഞാല് എന്താണ്? ആളുകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് ഫിനാൻഷ്യൽ ആയിട്ട്, പണമായിട്ട് പ്രതിഫലം കൊടുക്കാം അല്ലെ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കവറിൽ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് പണം കൊടുക്കാം. അതൊരു റിവാർഡാണ് അല്ലെ? ഇനി മറ്റു ചില ഇതാണെങ്കിൽ ചിലപ്പോൾ ഗിഫ്റ്റുകൾ കൊടുക്കാം, സമ്മാനങ്ങളായിട്ട് കൊടുക്കാം അല്ലെ? അത് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് ആണ്. പണമല്ലാതെയുള്ള മറ്റു പല എന്താ പറയാ മറ്റു ചില കാര്യങ്ങൾ. അതിപ്പോ ഗിഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ട്രോഫി ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമാകാം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. രണ്ട് രീതിയിലാണ് ഈ ഒരു റിവാർഡ് പ്രോസസ്സ് നടത്തുന്നത്. നെക്സ്റ്റ് വൺ collective bargaining process that decides the relationship between the union and the employer regarding wages, benefits, hours and working condition, etc. പിന്നെ അതുപോലെ തന്നെ തൊഴിലാളി യൂണിയനും മാനേജ്മെന്റും തമ്മിൽ ശമ്പളം, അതുപോലെ തന്നെ ജോലിയുടെ സമയം, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പ്രക്രിയ. ഇപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് യൂണിയൻസ് ഉണ്ട് അല്ലെ? ധാരാളം ലേബർ യൂണിയനുകൾ ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ്, ഈ രണ്ട് കൂട്ടരും തമ്മിലാണ് എപ്പോഴും എന്ത് നടക്കുന്നത്. ചിലപ്പോൾ ചില കേസിൽ എന്ത് ചെയ്യില്ല, തൊഴിലാളികൾ നേരിട്ട് ഇടപെടില്ല. തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട്, പല യൂണിയൻസും ഉണ്ട്. അവരുമായിട്ടായിരിക്കും മാനേജ്മെന്റ് എന്ത് നടത്തുന്നത്? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്കറിയാം ബസ് സമരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ അതിനകത്ത് ബസ് ഓടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ബസ് കണ്ടക്ടറോ അല്ലെങ്കിൽ ബസ് ഡ്രൈവറോ ഒന്നും ചിലപ്പോ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കണമെന്നില്ല. ഈ ബസ് യൂണിയന്റെ ഒരു ഫെഡറേഷൻ ഉണ്ട്. അവരും ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള ആ വകുപ്പിലെ മന്ത്രിയുമാണ് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുക. ആ ചർച്ചകളിലൂടെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെയാണ് ഇവിടെയും. അതായത് പലതരത്തിലുള്ള തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളും എന്ത് ചെയ്യുന്നു?
പല കാര്യങ്ങളെ കുറിച്ച്. അതിപ്പോ തൊഴിലാളികളുടെ തൊഴിൽ സമയമായിരിക്കാം, അതുപോലെ തന്നെ ശമ്പളത്തെ കുറിച്ചായിരിക്കാം, ആനുകൂല്യങ്ങളെ കുറിച്ചായിരിക്കാം. ഇത്തരം വിഷയങ്ങളിൽ എന്ത് നടത്താറുണ്ട്? ചർച്ച നടത്താറുണ്ട്. ചിലപ്പോൾ ചർച്ച പരാജയപ്പെടാം, അല്ലെങ്കിൽ ചർച്ച വിജയിക്കാം. ദാറ്റ് ഈസ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ആ ഹെഡിങ്ങിനെ കുറിച്ച് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ കറക്റ്റ് എന്താണെന്ന്. ചിലപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് തന്നെയായിരിക്കും കറക്റ്റ് ഉണ്ടാവുക. ഞാൻ നോക്കാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇല്ല, ഡൗട്ടൊന്നും ഇല്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്നാ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.